സൂര്യകുമാർ യാദവ് വരുന്നു. സൂര്യകുമാർ യാദവ് വന്നിട്ട് സൂര്യകുമാർ യാദവ് നന്നായി ഹിറ്റ് ചെയ്യായിരുന്നില്ലേ? സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും ഒക്കെ ഏകദേശം ഒരേ കാറ്റഗറിയാണ്. ഞാൻ ഇന്നലെ കളി അതായത് അവിടെയാണ് ഈ വിരാട് കോഹ്ലി ഓപ്പണിംഗ് വരുന്നതിനെ നമ്മൾ എതിർക്കുന്നത്. കാരണം വിരാട് കോഹ്ലി ഓപ്പണറായി വന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മടങ്ങിയാൽ ഉത്തരവാദിത്വ ബോധത്തോടെ കളിക്കാൻ പിന്നെ ആര്? ഒരു ശിവൻ ദുബെയാണ് ഏറ്റവും അവസാനം കഥ പറയാം. പിന്നെ ഇന്നലെ കളിച്ചു എന്ന് പറഞ്ഞെങ്കിലും ശിവൻ ദുബെയുടെ കഥ പറയാം. അപ്പോ സ്വാഭാവികമായും സൂര്യകുമാർ യാദവ് ഒരു കാരണവശാലും ഒരു ഉത്തരവാദിത്വം തലയിലെടുത്ത് വെച്ച് കളിക്കുന്ന ആളല്ല. അയാളുടെ പന്ത് വരുന്ന വഴിക്ക് അടിക്കുക, 360 എങ്കിൽ 360, ഗ്രൗണ്ടിൽ കിടന്നിട്ടാണെങ്കിൽ അങ്ങനെ, ഇരുന്നിട്ടാണെങ്കിൽ അങ്ങനെ. അയാൾ അങ്ങനെ ഒരു ഡിവിലിയേഴ്സ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അത് നമ്മളെ 10 കളി പക്ഷെ മറ്റൊരു വ്യത്യാസമുണ്ട്. ഡിവിലിയേഴ്സുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. ഡിവിലിയേഴ്സ് ഈ കിടന്നും 360 മാത്രം ഒതുങ്ങുന്നില്ല. ഡിവിലിയേഴ്സിന് അതിന്റെ അപ്പുറത്ത് വിക്കറ്റിന്റെ മുന്നിലും ക്ലാസ് ഉണ്ട്. അതെ, തീർച്ചയായും. അപ്പൊ ഈ സൂര്യകുമാർ യാദവ് അതുമില്ല. സൂര്യകുമാർ യാദവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ബാറ്റ്സ്മാനെയാണ് നമ്മൾ മിഡിൽ ഓവറിന്റെ സ്റ്റാർട്ടിൽ അത് എപ്പോഴും നിർണായകമായ 2 വിക്കറ്റ് വീണിരിക്കുന്നു. ഋഷഭ് പന്ത് ടോപ്പ് ഓർഡർ ആണല്ലോ, സ്വാഭാവികമായിട്ട് ഈ കളിയിൽ ടോപ്പ് ഓർഡറാണ്. സ്വാഭാവികമായും സൂര്യകുമാറിന്റെ വരവ് നമ്മുടെ നെഞ്ചിൽ തീയാണ്. അതായത് ഇയാൾ എങ്ങനെ കളിക്കും എന്ന് ഉറപ്പായും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരാളാണ്. ചിലപ്പോൾ ഒരു 40 ബോളിൽ ഒരു 100 അടിച്ചെന്ന് വരാം, ചിലപ്പോൾ ഒരു 25 ബോളിൽ 80 അടിച്ചെന്ന് വരാം. പക്ഷെ പെട്ടെന്ന് ഔട്ടായെന്ന് വരാം. അത് തന്നെ സംഭവിച്ചു, കളിക്കാൻ പറ്റില്ല. അതോടുകൂടി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരാശയുടെ നിഴൽ വീണു ഇന്ത്യൻ ആരാധകർക്കിടയിൽ. കാര്യം നിരാശ മാത്രമല്ല, നല്ല പേടി. അതായത് 3 വിക്കറ്റ് വീണു. 4ാമത്തെ വിക്കറ്റ് വീണതിന് തുല്യമാണ്. കാരണം വിരാട് കോഹ്ലി അതാണ് കോഹ്ലി മാത്രമാണ് നിൽക്കുന്നത്. കോഹ്ലി നേരത്തെ പറഞ്ഞ പോലെ ഈ ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം കൃഷ്ണൻ പറഞ്ഞില്ലേ നിരുത്തരവാദപരമായ ഷോട്ട് എന്ന് പറഞ്ഞു. ഈ ഋഷഭ് പന്തിന്റെ ഈ ഷോട്ട് ഒരു 4ഓ 6ഓ പോയെങ്കിലും ഒരു പക്ഷേ ഇത് പറയില്ല. പക്ഷേ അപ്പോഴും ഈ കോമ്പിനേഷൻ ജയിച്ചു എന്ന് പറയുമ്പോഴും യശസ്വി ജയ്സ്വാൾ അവിടെ നിൽക്കുകയാണ്. ഈ പന്തിന് അവിടെ അങ്ങനെ അടിക്കേണ്ട കാര്യമില്ലാത്തതിന് മറ്റൊന്നുകൂടിയുണ്ട്. കാരണം സ്കോറുണ്ട്, റൺ റേറ്റ്. ഈ 2 ബോളില് വീണ്ടും 4 അടിക്കുന്നു, 23, 27 സ്കോറിംഗ് റേറ്റ്. ഈ ഷോട്ടിന്റെ ഔട്ടാകുമ്പോഴാണ് റൺ റേറ്റ് പിന്നെയും കുറയുന്നത്. 3 ഓവർ കഴിയുമ്പോൾ 3.2 ഓവറിൽ 32 എന്ന് പറഞ്ഞാൽ ആസ് ഗുഡ് ആസ് 10. അപ്പൊ അതിനെയാണ് ഋഷഭ് പന്ത് അനാവശ്യം. അവിടെയാണ് ഷോട്ട് അനാവശ്യം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാര്യം സ്കോറുണ്ട്, അത് മാനേജ് ചെയ്താൽ മതി. വിരാട് കോഹ്ലിക്ക് സ്ട്രൈക്ക് കൊടുത്താൽ മതി, അയാളത് ആങ്കർ ചെയ്തോളും, ഇയാൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ അവിടെയും